ഇത് ടെൽ അവീവ്, മധ്യപൂർവേഷ്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്ന്. വിനോദസഞ്ചാരികളും IT കമ്പനികളും നിറഞ്ഞ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പുറമേ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിഗൂഢ ലോകമുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ചാരസംഘടനകളുടെയും സൈന്യത്തിൻ്റെയും നിയന്ത്രണ കേന്ദ്രം. ഇതാണ് ഹാകിരിയ, ഇസ്രയേലിൻ്റെ പെൻറ്റഗൺ. 24 മണിക്കൂറും കണ്ണു ചിമ്മാതെ ലോകത്തെ നിരീക്ഷിക്കുന്ന ഇസ്രയേലി പ്രതിരോധ സേനയുടെ ആസ്ഥാനം. ഒരു യുദ്ധം തുടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഇടം. ഇവിടെ നിന്നാണ് ഇസ്രയേലിൻ്റെ ഓരോ മിസൈലുകളും ഓരോ രഹസ്യ നീക്കങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഈ അദൃശ്യ കോട്ടയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ അത്യാധുനിക സൈനിക സമുച്ചയത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ടെംപ്ലർമാർ നിർമ്മിച്ച സരോണ എന്ന ഗ്രാമമായിരുന്നു ഒരു കാലത്തിത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തു. എന്നാൽ 1948-ൽ ഇസ്രയേൽ രാഷ്ട്രം നിലവിൽ വന്നതോടെ ഈ പ്രദേശം അവരുടെ ഭരണകൂടത്തിൻ്റെ താൽക്കാലിക ആസ്ഥാനമായി മാറി. എന്തുകൊണ്ടാണ് ഇസ്രയേൽ തങ്ങളുടെ സൈനിക ആസ്ഥാനം നഗരമധ്യത്തിൽ തന്നെ ഉറപ്പിച്ചത്? അത് കേവലം ഒരു സൗകര്യമായിരുന്നില്ല, മറിച്ചൊരു തന്ത്രമായിരുന്നു. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സാധാരണ ജീവിതങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൈനിക നട്ടെല്ല്. കിരിയ വെറും ഒരു കെട്ടിടമല്ല, അത് ഭൂമിക്ക് താഴേക്കും മുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദ പിറ്റ് എന്നറിയപ്പെടുന്ന ഭൂഗർഭ ബങ്കർ. ഇത് ഭൂമിക്കും അനേകം അടി താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു അത്യാധുനിക കമാൻഡ് സെൻ്ററാണ്. ആണവ ആക്രമണങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിധത്തിലാണ് ഈ ബങ്കറിൻ്റെ നിർമ്മാണം. ഇവിടെയാണ് ഇസ്രയേൽ സായുധ സേനയുടെയും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയും പ്രധാന മേധാവികൾ ഇരിക്കുന്നത്. ശത്രുക്കൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്കുകൾ തത്സമയം നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ പിറ്റിലിരുന്നാണ്. ഓരോ സൈനികൻ്റെയും ഹെൽമെറ്റ് ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കമാൻഡ് സെൻ്ററിലെ കൂറ്റൻ സ്ക്രീനുകളിൽ തെളിയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കപ്പെടുന്ന തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊന്നാണ് കിരിയ. ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒരേപോലെ സ്വപ്നം കാണുന്നത് ഈ കേന്ദ്രത്തിൻ്റെ തകർച്ചയാണ്. അതുകൊണ്ട് തന്നെ കിരിയയുടെ സുരക്ഷ എന്നത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മേൽപ്പറഞ്ഞ ഭീഷണികളെ മുൻനിർത്തി കിരിയയെ സംരക്ഷിക്കാൻ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള അയൺഡോം യൂണിറ്റുകളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജൂതരാജ്യത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ തൽക്ഷണം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും ഈ കമാൻഡ് സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്നു. 2025-ലും 2026-ലും ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ കിരിയ ലക്ഷ്യമാക്കി വന്നിരുന്നു. എന്നാൽ ഈ കോട്ടയെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. പരാജയപ്പെട്ട ഓരോ ആക്രമണവും കിരിയയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യം ഈ മതിലുകൾക്കുള്ളിലാണ്. സമാധാനത്തിൻ്റെ കാലത്തും യുദ്ധത്തിൻ്റെ നിഴലിലും കിരിയ ഉണർന്നിരിക്കുന്നു. ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും ലോക ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ശത്രുക്കൾക്ക് ഇതൊരു പേടി സ്വപ്നമാണ്, ഇസ്രയേലികൾക്ക് ഇതൊരു സുരക്ഷാ കവചവും. കിരിയ, ഇസ്രയേലിൻ്റെ അദൃശ്യമായ പെൻറ്റഗൺ, അതിൻ്റെ രഹസ്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.